നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാം. പൈനാപ്പിൾ കാരമലൈസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിന്ന് ജലാറ്റിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 15 ഗ്രാം ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതായത് 1.5 ടേബിൾ സ്പൂൺ. ജലാറ്റിൻ കഴിക്കാൻ പറ്റുമെന്ന് സംശയമുള്ളവരുണ്ടാവും. ഇതുപോലെ ഹലാൽ സർട്ടിഫൈഡ് ജലാറ്റിൻ വാങ്ങുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ചൈന ഗ്രാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി. ഈ ജലാറ്റിനിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്താൻ വെക്കുവാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്നോളും. നമുക്കിതിവിടെ അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ കാരമലൈസ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ട് മെൽറ്റായി വരണം. ഒരു ബ്രൗൺ കളർ ആവണം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. സിനമൺ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. സിനമൺ പൗഡറിന് പകരം ഏലക്കായ് പൊടി വേണമെങ്കിലും ചേർക്കാം. ഈ പഞ്ചസാരയും ബട്ടറും കൂടി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൈനാപ്പിൾ ചേർക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത പൈനാപ്പിൾ 2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ നമ്മൾ ഇട്ട ഉടനെ ഈ ഷുഗർ ഒന്ന് കട്ട പിടിച്ചതുപോലെ തോന്നും. അത് കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആ കട്ട പിടിച്ച പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിക്കോളും. ഞാനിവിടെ ക്യാനിൽ വരുന്ന പൈനാപ്പിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് പൈനാപ്പിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ പൈനാപ്പിൾ പഞ്ചസാരയിലും ബട്ടറിലും കിടന്ന് നന്നായിട്ട് വെന്ത് പൈനാപ്പിളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം. അത്ര വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കാം. പൈനാപ്പിളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ പഞ്ചസാര കട്ട പിടിച്ചതൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. പൈനാപ്പിൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ബാക്കി കാണുന്ന വെള്ളം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയിക്കോളും, കുഴപ്പമില്ല. നമുക്കിത് തണുക്കാൻ വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് പാല് ചേർക്കാം. 240 ml കപ്പാണിത്. ഇതിൽ 2 കപ്പ് പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ ജ്യൂസും കൂടി ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും പഞ്ചസാര ചേർക്കാത്തതുകൊണ്ടാണ് ഇത്രയധികം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പഞ്ചസാരയും പകുതി മിൽക്ക് മെയ്ഡായിട്ടും ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജലാറ്റിൻ ഇവിടെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിത് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിലും മെൽറ്റ് ചെയ്യാം. ഈ മെൽറ്റ് ചെയ്ത ജലാറ്റിൻ നമുക്ക് ഈ പാലിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കാം. കുറച്ച് പൈനാപ്പിൾ ഞാൻ ബാക്കി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി മുഴുവൻ പാലിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ താഴെയാണ് ഉണ്ടാവുക. ഇത് മുകളിൽ പൊങ്ങി നിൽക്കുന്നില്ല. ഏറ്റവും താഴെയായിട്ടായിരിക്കും ഇത് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ പുഡിംഗ് മിക്സ് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 7-8 മണിക്കൂറെങ്കിലും എടുക്കും ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. ജലാറ്റിൻ ചേർത്തതായതുകൊണ്ട് സെറ്റാവാൻ കൂടുതൽ സമയമെടുക്കും. ഈ പൈനാപ്പിൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പൂൺ വെച്ച് നിരത്തി കൊടുക്കാം. ഏറ്റവും താഴെയായിട്ടാണ് ഈ പൈനാപ്പിൾ ഉണ്ടാവുക. നമുക്കൊരു ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഈ പുഡിങ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 7-8 മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച കാരമലൈസ്ഡ് പൈനാപ്പിളും കൂടി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. 7-8 മണിക്കൂറിന് ശേഷം ഞാൻ ഈ പുഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ മാറ്റി വെച്ച പൈനാപ്പിൾ പീസ് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ജലാറ്റിൻ ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സൂക്ഷിച്ച് കട്ട് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാരമലൈസ്ഡ് പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ വളരെ രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കൂ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്